വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCQs നോക്കാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടോപ്പിക്സിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത സമയത്ത് PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നോക്കാം. If a computer has 64 KB word length, then its memory unit has how many memory locations? Word length 64 KB ആണ്. KB equal to 64 into 1024. അതായത് 6556 മെമ്മറി ലൊക്കേഷൻസ് ആണ്. If a computer has a 64 KB word length, then its memory unit has how many memory locations? നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് 64 KBയെ 1024 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6556 മെമ്മറി ലൊക്കേഷൻസ് കിട്ടും. ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 6556. Identify the commonly used magnetic ink character recognition MICR fonts from the listed below. ഓപ്ഷൻ 1 വന്നേക്ക് CMC, 2 ഹെൽവിറ്റ, CMC 7 MICR ഫോണ്ടാണ്. അതുപോലെ തന്നെ തേർഡ് ഓപ്ഷൻ E13B അതും MICRന്റെ ഫോണ്ടാണ്. ഹെൽവെറ്റിക്ക നോർമൽ ഫോണ്ടാണ്. കോഡ് 39 ബാർകോഡ് ഫോണ്ടാണ്. ഇപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ആൻസർ എ ആണ്, 1 and 3 only. The FCD can represent up to how many different characters? FCD കോഡ് വെച്ചിട്ട് എത്ര ക്യാരക്ടേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. FCD ഈക്വൽ ടു 8-bit എൻകോഡിംഗ്, അതായത് 2⁸. 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. Which of the following printer uses physical impact while printing on a paper? Option A inkjet printer, option B laser printer, C dot matrix printer, C dot matrix printer, D thermal printer. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫിസിക്കൽ ഇമ്പാക്റ്റ്
അതായത് പ്രിൻ്റർ ഫിസിക്കൽ ഇമ്പാക്റ്റ് യൂസ് ചെയ്യുന്നത് ഇതിലാണ് ചോദിച്ചിരിക്കുന്നത്. ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററാണ് ഫിസിക്കൽ ഇമ്പാക്റ്റ് ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യുന്നത്. ഡോട്ട് മെട്രിക് പ്രിൻ്റർ യൂസസ് പിൻസ് ടു ഇമ്പാക്റ്റ് ഇങ്ക് റിബൺ ഓൺ പേപ്പർ. ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൽ ഇങ്ക് റിബൺ ഉണ്ട്. ഇങ്ക് റിബണിലോട്ട് പിന്ന് വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് പേപ്പറിലോട്ട് പ്രിൻ്റ് ആകുന്നത്. ഇങ്കേറ്റ് പ്രിൻ്റർ പേപ്പറിലോട്ട് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലേസർ പ്രിൻ്റർ ഡ്രം ഉപയോഗിച്ച് പേപ്പറിലേക്ക് ഇമേജ് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തെർമൽ പ്രിൻ്റർ പേപ്പർ ഹീറ്റ് ചെയ്തിട്ടാണ് അതിൽ ഇമേജ് ഫോം ചെയ്യുന്നത്. That is octal equivalent of 255, 255. ബേസ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് 255 ബേസ് 10 ആയിട്ടുള്ള ഡെസിമൽ നമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡെസിമൽ ഇക്വലന്റിനെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റ് സൈഡിൽ നിന്ന് മൂന്ന് ബിറ്റ് വീതം ഗ്രൂപ്പ് ചെയ്യുന്നു. 3 ബിറ്റ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്ത് എടുക്കും. എന്നിട്ട് അതിനെ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കും. സീറോ 113 ആണ്, 1117 ആണ്, 1117 377 ആണ് വരുന്നത് ആൻസർ വരുന്നത്. ഒക്ടൽ ഇക്വലന്റ് നമ്പർ ഓഫ് 255 377 ആണ് വരുന്നത്. What is the use of shortcut key? Control plus Shift plus greater than symbol. Invade MS Word. Increase font size. Apply subscripting formatting. C. Decrease font size. Applies superscript formatting. It increases the font size. It increases the font size. Answer A. Increase font size. Which among the following views in MS PowerPoint are used for organizing and rearranging slides? Option 1 normal view, option 2 slide sorter view, option 3 reading view, option 4 slide master view. Normal view ശരിയാണ്. സ്ലൈഡ് സോർട്ടർ വ്യൂ ശരിയാണ്.
Reading view used for previewing presentation. Slide master view used for formatting templates. ഓർഗനൈസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓപ്ഷൻ നോർമൽ വ്യൂവും സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി only 1 and 2. Which of the following function in MS Excel is used to count cells in a range that meets specific criteria? Option A count A, option B count, option C count blank, option D count if. Count if കണ്ടീഷൻ വരുന്നുണ്ട്, അതായത് ക്രൈറ്റീരിയ. ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് റേഞ്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. റേഞ്ച് കൊടുത്ത് കോമ കൊടുത്തതിന് ശേഷം കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുക. കൗണ്ട് സെൽസ് മാച്ചിങ് ദ കണ്ടീഷൻ. ആദ്യം റേഞ്ച് പറഞ്ഞു കൊടുക്കുക, അതിനുശേഷം ക്രൈറ്റീരിയ അതായത് കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുക. ആൻസർ ഡി കൗണ്ട് ഈഫ്. Which tab in MS Word 2010 allows you to format text into multiple columns? Option A Home, option B Page Layout, option C Review, option D Insert. പേജ് ലേഔട്ട് ടാബ് നിന്ന് കോളംസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ കോളംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആൻസർ ബി പേജ് ലേഔട്ടാണ്. ഫിൽറ്റർ ഇൻ MS Excel is used for option 1 calculating formulas, option 2 extracting data that meets defined criteria, 3 sorting data in ascending or descending order, 4 analyzing and managing relevant. Filter in MS Excel is used for calculating formulas, extracting data that meets the defined criteria, third one sorting data in ascending and descending order, fourth one analyzing and managing relevant data. Calculating formulas തെറ്റാണ്. എക്സ്ട്രാക്ടിങ് ഡേറ്റ ദാറ്റ് മീൻസ് ഡിഫൈൻഡ് ക്രൈറ്റീരിയ ശരിയാണ്. സോർട്ടിംഗ് ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ അതും തെറ്റാണ്. ഫിൽറ്ററിന്റെ പ്രൈമറി യൂസേജ് സോർട്ടിംഗ് ഡേറ്റ അല്ല, അതുകൊണ്ട് തെറ്റാണ്. അനലൈസിങ് ആൻഡ് മാനേജിങ് റെലവൻറ്റ് ഡേറ്റ അത് ശരിയായ ഓപ്ഷനാണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. only 2 and 4 are correct. Thanks for watching my channel. Thanks for watching my videos. എഡീനായ അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക, അപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.